രൗദ്രഭാവത്തിനു മുന്നിൽ ജീവന് വേണ്ടി 10 മണിക്കൂർ മാവിൻ കൊമ്പിൽ കെട്ടിപ്പിടിച്ച് ഒരു അമ്മയുടെയും മകന്റെയും പോരാട്ടം. ഒടുവിൽ രാത്രിയുടെ ഇരുട്ടിനെ തുളച്ചെത്തി രക്ഷകരായി അഗ്നിശമന സേനയും NDRFും. മഹാരാഷ്ട്രയിലെ പാൽഘറിനെ വിറപ്പിച്ച പ്രളയത്തിന്റെയും സാഹസിക രക്ഷാപ്രവർത്തനത്തിന്റെയും ഞെട്ടിക്കുന്ന വിവരങ്ങൾ. മഹാരാഷ്ട്രയിലെ പാൽഘർ ജില്ലയിൽ സൂര്യ നദി കരകവിഞ്ഞൊഴുകിയതിനെ തുടർന്നുണ്ടായ പ്രളയത്തിൽ ജീവൻ രക്ഷിക്കാൻ മാവിൻ കൊമ്പിൽ അഭയം തേടിയ അമ്മയെയും മകനെയും 10 മണിക്കൂറിന് ശേഷം സാഹസികമായി രക്ഷപ്പെടുത്തി. കഴുത്തൊപ്പം വെള്ളം ഉയർന്നതോടെ മരത്തിൽ അഭയം തേടിയ ഇരുവരെയും വസായി വിരാർ ഫയർഫോഴ്സ് സംഘമാണ് രാത്രിയിൽ സ്പീഡ് ബോട്ടുമായി എത്തി കരയ്ക്കെത്തിച്ചത്. പ്രദേശത്ത് NDRF നടത്തിയ മറ്റൊരു കൂറ്റൻ ദൗത്യത്തിൽ കുട്ടികളടക്കം 27 പേരെ പ്രളയ ജലത്തിൽ നിന്നും സുരക്ഷിതമായി പുറത്തെത്തിച്ചു. പാൽഘർ ജില്ലയിലെ നാഗ്ചാരി ഗ്രാമത്തിലാണ് നാടിനെ നടുക്കിയ സംഭവം നടന്നത്. സൂര്യനദിയിലുണ്ടായ ശക്തമായ വെള്ളപ്പൊക്കത്തെ തുടർന്ന് ഗ്രാമത്തിൽ കഴുത്തൊപ്പം വെള്ളം ഉയർന്നതോടെയാണ് അമ്മയും മകനും രക്ഷപ്പെടാനായി മാവിൻ കൊമ്പിൽ കയറിപ്പറ്റിയത്. രാവിലെ 10 മണി മുതൽ വൈകിട്ട് വരെ മണിക്കൂറുകളോളം പ്രളയ ജലത്താൽ ചുറ്റപ്പെട്ട നിലയിലായിരുന്നു ഇരുവരും. വിവരമറിഞ്ഞ ഉടൻ പാൽഘർ തഹസീൽദാർ ഭരണകൂടവും പ്രാദേശിക ഗ്രാമപഞ്ചായത്തും രക്ഷാപ്രവർത്തനത്തിന് തട്ടകമൊരുക്കി. തുടർന്ന് വസായി വിരാർ മുനിസിപ്പൽ കോർപ്പറേഷനിലെ ഫയർ ഓഫീസർ ദീപക് പാട്ടീലിന്റെ നേതൃത്വത്തിലുള്ള അഗ്നിശമന സേനാംഗങ്ങൾ രാത്രിയുടെ ഇരുട്ടിൽ സ്പീഡ് ബോട്ട് ഉപയോഗിച്ച് നടത്തിയ സാഹസിക ദൗത്യത്തിനൊടുവിലാണ് ഇവരെ സുരക്ഷിതമായി പുറത്തെത്തിച്ചത്. അതേസമയം പാൽഘറിലെ കിരാട്ട് ഗ്രാമത്തിന് സമീപവും പ്രളയം കടുത്ത നാശം വിതച്ചു. വനമേഖലകളിലും ഗ്രാമങ്ങളിലും കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷിക്കാൻ NDRF സംഘവും പോലീസും രംഗത്തിറങ്ങി. കുത്തിയൊലിക്കുന്ന വെള്ളത്തെയും മോശം കാലാവസ്ഥയും അവഗണിച്ച് ഇൻസ്പെക്ടർ മഹേന്ദ്ര സിംഗ് പുനിയയുടെ നേതൃത്വത്തിൽ NDRF സംഘം നടത്തിയ രക്ഷാപ്രവർത്തനങ്ങളിൽ 4 കുട്ടികളും 5 സ്ത്രീകളും ഉൾപ്പെടെ 27 ഗ്രാമവാസികളെയും 2 വളർത്തുമൃഗങ്ങളെയും രക്ഷപ്പെടുത്തി സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി. ന്യൂസ് ഡെസ്ക് കൊട്ടാരക്കര മീഡിയ.